ഇന്ന് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഇഡ്ഡലിയും പിന്നെ സാമ്പാറും പിന്നെ ഒരു ചട്നിയും പിന്നെ ചായയുമാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പണികളുള്ളത്. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഷെൽഫ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ എല്ലാതും ഞാൻ ഇവിടെയാണ് വെക്കൽ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് അത്യാവശ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷെൽഫിൽ നിന്ന് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാതും ഒന്ന് ഓർഗനൈസ് ചെയ്ത് അടക്കി പറക്കി ഒന്ന് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടൊന്ന് എഴുതി വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വിടാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ടാണ് ഞാൻ എല്ലാ വർക്കും ചെയ്യാറ്. അങ്ങനെ ആലോചിച്ച് എല്ലാ ടു ഡൂസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഷെൽഫിൻ്റെ ഒരു സൈഡിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതുപോലെ വലിച്ച് നിലത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ എല്ലാ സ്ഥലത്തും നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ വൃത്തിയാക്കി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വെക്കാൻ സ്പേസ് ഇല്ലാത്തത് ഈ ഒരു ആൽക്കഹോൾ മാർക്കേഴ്സാണ്. ശരിക്കും അതിൻ്റെ ഒരു ബ്ലാക്ക് ബാഗ് ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ മുന്നുണ്ടാക്കിയ ഒരു ഓർഗനൈസറാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. അതിലാണ് ആൽക്കഹോൾ മാർക്കേഴ്സൊക്കെ വെക്കുന്നത്. പക്ഷേ അതിൽ വെക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സ്പേസ് കിട്ടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൽക്കഹോൾ മാർക്കേഴ്സ് അതിൻ്റെ ബാഗിൽ തന്നെ വെക്കാമെന്ന്. അപ്പോൾ നമുക്കിനി ആൽക്കഹോൾ മാർക്കേഴ്സിൻ്റെ ബാഗ് തപ്പണം. അങ്ങനെ അതിൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാതും നമുക്കൊന്ന് ഈ ബാഗിലായിട്ട് വെക്കാം. അപ്പോൾ അത് ഒരു സ്ഥലത്തായിട്ട് ഇരുന്നോളും. അങ്ങനെ ആൽക്കഹോൾ മാർക്കേഴ്സ് അതിൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു സൈഡൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ഈ കളേഴ്സും ആക്രിലിക് കളേഴ്സും പെയിൻറ്റും അതുപോലെ തന്നെ ഓയിൽ പേസ്റ്റൽസും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ടേപ്പുകളും നമ്മുടെ ഫെവിക്കോള് ഫെവി സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു ഓർഗനൈസറിലാണ് ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ടുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസറിലാണ് ഇങ്ങനെ നമ്മുടെ കോട്ടനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. ആൽക്കഹോൾ മാർക്കേഴ്സ് ഈ ഒരു ബാഗിലാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓർഗനൈസർ കാലിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിലിട്ട് വെക്കാം. അങ്ങനെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയുണ്ട് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസറിൽ ഞാനിങ്ങനെ സ്കെയിലും പേന പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന ലോങ് വീഡിയോ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മുടെ ചെറിയ ചെറിയ ബുക്സും പിന്നെ പേപ്പർ സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വലിയൊരു പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷെൽഫിൽ ഇപ്പോൾ ഏതൊക്കെ സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഒരു കറക്റ്റായിട്ട് നമുക്കിങ്ങനെ നിന്നാൽ കാണാൻ പറ്റും. ആദ്യത്തെ കോലം അങ്ങനെ ആയിരുന്നില്ല. എല്ലാതും അവിടെ ഇവിടെയൊക്കെ കിടക്കായിരുന്നു. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പഴയ സോപ്പ് പെട്ടി അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ ബോക്സ് അതൊക്കെ ഇങ്ങനെ കളയാണ്ട് വെക്കൂട്ടോ. അതാണ് ഈ ഒരു കോർണറിൽ ഇരിക്കുന്നത്. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയറിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എൻഗേജ്മെൻറ്റിന് പോവാം. അങ്ങനെ നമ്മൾ കുളിച്ച് കുട്ടപ്പനായിട്ട് ഓട്ടോയ്ക്കാണ് എൻഗേജ്മെൻറ്റിന് പോകുന്നത്. വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവരായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ വേറൊരു ഫ്രണ്ട് കൂടെ വരാനുണ്ട്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റോഡ് പണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെക്കനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഇവളുടെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു 3 മണി ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ സ്നാക്സ് ആയിട്ട് കഴിച്ചത് പഴംപൊരിയാണ്. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും കഴിച്ചപ്പോൾ കൂടെ കഴിച്ചെന്നുള്ളൂ. അങ്ങനെ രാത്രിയായപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയൊരു വർഷം വരാൻ പോവാണ്.
അപ്പോൾ ആ ഒരു വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് എല്ലാ മാസവും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് എല്ലാതൊന്ന് എഴുതി വെക്കുകയാണ്. എത്രത്തോളം അത് നടക്കുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്സ് ഉണ്ടാവുമല്ലോ ഇയർ എൻഡിങ് ആവണ സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ദിവസത്തെ നമ്മുടെ പരിപാടികൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.